നമസ്കാരം. നമ്മുടെ ഇംഗ്ലീഷ് ലേണിംഗ് സീരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ. ഇന്നത്തെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി ഒരു പ്രത്യേക സർപ്രൈസ് കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മൾ ഇന്നലെ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇംഗ്ലീഷിൽ മൊത്തം 12 ടെൻസുകളാണുള്ളതെന്ന് നമുക്കറിയാം. അതിലേറ്റവും ബേസിക്കും ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുമായ ആ ആദ്യ ടെൻസ് നമുക്കിന്ന് ഒന്നുകൂടി വിശദമായി നോക്കാം. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ടെൻസായ പ്രസന്റ് കണ്ടിന്യൂവസിലേക്ക് കടക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങൾ പറയാനാണ് ഉപയോഗിക്കുന്നത്. യൂണിവേഴ്സൽ ട്രൂത്ത്സ്, എന്നും നടക്കുന്ന സത്യങ്ങൾ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, വെള്ളം 100 ഡിഗ്രിയിൽ തിളയ്ക്കുന്നു. ഹണി ഈസ് സ്വീറ്റ്, തേനിന് മധുരമാണ്. ഹാബിച്വൽ ആക്ഷൻസ്, നമ്മുടെ ശീലങ്ങൾ. ഐ ഡ്രിങ്ക് ടീ എവ്രി മോർണിംഗ്, ഞാൻ എന്നും രാവിലെ ചായ കുടിക്കാറുണ്ട്. ദേ ഗോ ടു ചർച്ച് ഓൺ സൺഡേസ്, അവർ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാറുണ്ട്. ഹി എക്സസൈസസ് ഡെയിലി, അവൻ ദിവസവും വ്യായാമം ചെയ്യാറുണ്ട്. ജനറൽ ഫാക്ട്സ്, പൊതുവെയുള്ള കാര്യങ്ങൾ. കൗസ് ഗിവ് മിൽക്ക്, പശുക്കൾ പാൽ തരുന്നു. കാറ്റ്സ് ലൈക്ക് ഫിഷ്, പൂച്ചകൾക്ക് മീൻ ഇഷ്ടമാണ്. ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. സ്ട്രക്ചർ, സബ്ജക്റ്റ് പ്ലസ് V1 അഥവാ വേർബ് പ്ലസ് ES. ഓർക്കുക, സബ്ജക്റ്റ് സിംഗുലർ അഥവാ ഏകവചനമാണെങ്കിൽ വേർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ചേർക്കണം. ഏതൊക്കെയാണ് ഈ സിംഗുലർ സബ്ജക്ട്സ്? ഹി അഥവാ അവൻ, ഷീ അഥവാ അവൾ, ഇറ്റ് അഥവാ അത്. കൂടാതെ ഒരാളുടെ പേര് അഥവാ രാമു അല്ലെങ്കിൽ മൈ ഫ്രണ്ട്, ദ കാറ്റ് തുടങ്ങിയവയെല്ലാം സിംഗുലർ ആണ്. വേർബിന്റെ കൂടെ ഇവിടെയാണ് ES ചേർക്കേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് കാണുക. ഉദാഹരണങ്ങൾ നോക്കാം. ഐ പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഹി പ്ലേസ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഷീ ഗോസ് ടു സ്കൂൾ, അവൾ സ്കൂളിൽ പോകുന്നു. ഇനി ശ്രദ്ധിക്കുക, ആരും പറഞ്ഞു തരാത്ത ഒരു പ്രധാന കാര്യം. ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അവിടെ ING ഉപയോഗിക്കാൻ പാടില്ല. അവ ഇപ്പോഴും സിമ്പിൾ പ്രസന്റിലേ പറയാവൂ. എന്തുകൊണ്ടാണ് ലൈക്ക്, ലവ്, അണ്ടർസ്റ്റാൻഡ്, ഹേറ്റ്, നോ, ബിലീവ് എന്നീ വാക്കുകളുടെ കൂടെ ING ചേർക്കാത്തത് എന്നറിയാമോ? കാരണം ഇവയൊന്നും നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളല്ല. പകരം ഇവ നമ്മുടെ മനസ്സിന്റെ അവസ്ഥയെ അല്ലെങ്കിൽ വികാരങ്ങളെ കാണിക്കുന്ന വാക്കുകളാണ്. ഇതിനെ ഇംഗ്ലീഷിൽ സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് വിളിക്കുന്നു. നമ്മൾ ഓടുകയോ ചാടുകയോ ചെയ്യുന്നത് പോലെ കാണാൻ കഴിയുന്ന ഒരു ആക്ഷൻ ഇതിലില്ല. അതുകൊണ്ട് ഇവ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. Don't say, I am knowing you. തെറ്റാണ്. Say, I know you. ശരി. Don't say, I am understanding this. തെറ്റാണ്. Say, I understand this. ശരി. ഇന്ന് നമ്മൾ ഈ സിമ്പിൾ പ്രസന്റിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയി പ്രസന്റ് കണ്ടിന്യൂവസ് ടെൻസിനെ കുറിച്ച് പഠിക്കാൻ പോകുകയാണ്. സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂവസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാര്യം പതിവായി നടക്കുന്നത് സിമ്പിൾ പ്രസന്റ്, പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂവസ്. തമ്മിലുള്ള ആ വ്യത്യാസമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രസന്റ് കണ്ടിന്യൂവസ് ടെൻസ് എന്നാൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്നു. സ്ട്രക്ചർ, സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഇസ് ഓർ ആർ പ്ലസ് വേർബ് പ്ലസ് ING. ഐയുടെ കൂടെ ആം, ഹി ഷീ ഇറ്റ് സിംഗുലറിന്റെ കൂടെ ഇസ്, യു വി ദേ പ്ലൂറലിന്റെ കൂടെ ആർ. എക്സാമ്പിൾസ്: ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് കുക്കിംഗ്, അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ പ്ലേയിങ്, അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂവസ് ടെൻസിലെ രഹസ്യങ്ങൾ. പ്രസന്റ് കണ്ടിന്യൂവസ് പ്രോ ടിപ്സ്.
ഇവിടെ സിമ്പിൾ പ്രസന്റിലെ പോലെ ചില രഹസ്യങ്ങൾ കൂടി ഈ ടെൻസിലുണ്ട്. നമ്മൾ പറഞ്ഞു ശീലങ്ങൾ പറയാൻ സിമ്പിൾ പ്രസന്റാണ് ഉപയോഗിക്കുന്നതെന്ന്. എന്നാൽ ഒരാളുടെ ശീലം നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇറിറ്റേഷൻ ഓർ കംപ്ലൈന്റ്, അവിടെ നമുക്ക് ഓൾവേസ് ചേർത്ത് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ഹീ ഈസ് ഓൾവേസ് ലൂസിംഗ് ഹിസ് കീസ്. അവൻ എപ്പോഴും താക്കോൽ കളയാറുണ്ട്. യു ആർ ഓൾവേസ് ഇന്ററപ്റ്റിംഗ് മീ. നീ എപ്പോഴും എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ പ്ലാൻ ചെയ്തു വെച്ച ഭാവി കാര്യങ്ങൾ, ഫിക്സ്ഡ് ഫ്യൂച്ചർ പ്ലാൻസ് പറയാനും ഈ ടെൻസ് ഉപയോഗിക്കാം. അതായത് ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുകയും അതിനുള്ള കാര്യങ്ങൾ ഒരുക്കുകയും അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. ഉദാഹരണത്തിന്, ഐ ആം മീറ്റിംഗ് മൈ ഫ്രണ്ട്സ് ടുനൈറ്റ്. ഞാൻ ഇന്ന് രാത്രി സുഹൃത്തുക്കളെ കാണുന്നുണ്ട്. വി ആർ ഫ്ലൈയിങ് ടു ദുബായ് ടുമോറോ. ഞങ്ങൾ നാളെ ദുബായിലേക്ക് പോകുകയാണ്. ഷീ ഈസ് സ്റ്റാർട്ടിംഗ് എ ന്യൂ ജോബ് നെക്സ്റ്റ് മൺഡേ. അവൾ അടുത്ത തിങ്കളാഴ്ച പുതിയ ജോലിയിൽ പ്രവേശിക്കുകയാണ്. നോക്കൂ, ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ മനസ്സിലാക്കാം. സിമ്പിൾ പ്രസന്റ്, ഐ ലവ് മ്യൂസിക്. എനിക്ക് സംഗീതം ഇഷ്ടമാണ്. ഇതൊരു വികാരമാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രസന്റ് കണ്ടിന്യൂസ്, ഐ ആം ലിസണിംഗ് ടു മ്യൂസിക്. ഞാൻ സംഗീതം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ഈ നിമിഷം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്. മറ്റൊരുദാഹരണം, സിമ്പിൾ പ്രസന്റ്, ഐ ഈറ്റ് റൈസ്. ഞാൻ ചോറ് ഉണ്ണാറുണ്ട്. ഇതെന്റെ ശീലമാണ്. പ്രസന്റ് കണ്ടിന്യൂസ്, ഐ ആം ഈറ്റിംഗ് റൈസ്. ഞാൻ ചോറ് ഉണ്ണുകയാണ്. ഇപ്പോൾ ഈ നിമിഷം നടക്കുന്നു. ഇത്ര എളുപ്പമാണ് ടെൻസുകൾ. സിമ്പിൾ പ്രസന്റ് വികാരങ്ങളെയും ശീലങ്ങളെയും കുറിച്ച് പറയുമ്പോൾ, പ്രസന്റ് കണ്ടിന്യൂസ് ഇപ്പോൾ പുറമേക്ക് നടക്കുന്ന കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നു. നമ്മൾ ഇന്ന് 2 ടെൻസുകളെക്കുറിച്ച് വിശദമായി പഠിച്ചു. ഇംഗ്ലീഷിലെ ബാക്കി 10 ടെൻസുകളും കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരം വളരെ എളുപ്പമാകും. അതുകൊണ്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഇംഗ്ലീഷിലെ 12 ടെൻസുകളും നിങ്ങൾ ഒരു ബുക്കിൽ കുറിച്ചെടുക്കുക. വരും ദിവസങ്ങളിൽ നമ്മളിവ ഓരോന്നായി പഠിക്കുന്നതാണ്. ഇംഗ്ലീഷിലെ 12 ടെൻസുകൾ: സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂവസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂവസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ്, സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂവസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂവസ്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ സർപ്രൈസ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ ചാനലിൽ നിന്നും വരുമാനം, ഏണിംഗ് കിട്ടി തുടങ്ങിയാൽ ആ കിട്ടുന്ന തുക മുഴുവനായി എൻ്റെ പ്രേക്ഷകരിൽ ഒരാൾക്ക് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമുക്ക് കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സും വ്യൂസും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയൊരു തുകയാണെങ്കിൽ പോലും അത് ഒരാൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ കാണുന്ന എല്ലാവരും ഇതൊന്ന് വിജയിപ്പിക്കാൻ സഹായിക്കണം. ഈ 2 ടെൻസുകളും ഉപയോഗിച്ച് നിങ്ങളുടെ ലൈഫിലെ 2 സെന്റൻസുകൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് 12 ടെൻസുകളിലെ 3ാമത്തെ ആളെ പരിചയപ്പെടാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.